പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 സഹായികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും കുടുംബത്തിലെ 5 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:05 പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ജെയ്ഷെ, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസ്ഹറുമായി ബന്ധപ്പെട്ട ഒരു മദ്രസയും ലക്ഷ്യമിട്ടിരുന്നതായി പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തനങ്ങളുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത സെമിനാരിയാണിത്. കൂടാതെ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും പരിശീലനം നൽകുകയും ചെയ്തുവെന്നാരോപിച്ച് മുൻപ് അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മൗലാന മസൂദ് അസ്ഹർ 2019 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ബോംബാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഉന്നത ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ്. അതേസമയം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ പൂഞ്ച് രാജൌരി മേഖലയിലെ ഭീംബർ ഗാലിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഷെല്ലുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് 3 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിലൂടെ പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൈന്യം രാത്രി മുഴുവൻ കനത്ത വെടിവയ്പും ഷെല്ലാക്രമണവും നടത്തിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.